ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് LCU സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഒരു ക്യാരക്ടറിനെ പറ്റി. വെറും വിക്രം സിനിമയ്ക്ക് 1 മിനിറ്റോ അതിൽ കുറവ് സമയത്ത് ഒരു ഫോണിൽ കൂടി വോയിസ് രൂപത്തിൽ വിജയ് സേതുപതിയുടെ കഥാപാത്രത്തെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ക്യാരക്ടർ, വിജയ് സേതുപതി പേടിക്കുന്ന ഒരു ക്യാരക്ടർ, കീ റോളക്സ്. ആരാവാം ഈ കീ റോളക്സ്? എനിക്ക് 2 ചാൻസുകൾ തോന്നുന്നു. ഒന്ന്, ഭാവിയിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ കീ റോളക്സ് ആക്കി നമ്മുടെ ലോകേഷ് അവതരിപ്പിക്കാം. അതല്ലാതെ ഹരോൾഡ് ദാസ് കീ റോളക്സ് ആവാനുള്ള സാധ്യത വളരെ ഏറെയാണ്. കാരണം ഒന്ന്, 1999 നമ്മുടെ ഹരോൾഡ് ദാസിൻ്റെയും ദാസ് ആൻഡ് കോൻ്റെ കഥ മൻസൂർ അലിഖാൻ തുടങ്ങുന്നത്. ആ കഥയിൽ മൻസൂർ അലിഖാൻ പറയുന്നുണ്ട്, ഹരോൾഡ് ദാസ് കാനഡയിൽ പഠിക്കാൻ പോയപ്പോൾ അവിടെ ഒരു ഡ്രഗ്സ് ദാസ് ആൻഡ് കോയിലേക്ക് എക്സ്പോർട്ട് ചെയ്തു, ദത്തൂറ. ആ ഡ്രഗ്സിൻ്റെ മാർക്കറ്റ് വാല്യൂ അന്ന് 2 ടൺ ദത്തൂറയ്ക്ക് 900 കോടിയോളം വാല്യൂ ഉണ്ട്. എന്നാൽ പ്രസൻറ്റിൽ 2019 കൈദിയിലൊരു കൊക്കൈനുണ്ട്, എർത്രോസൈലം. അത് 900 കിലോയ്ക്ക് 840 കോടി രൂപയാണ്. എന്നാൽ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. ദത്തൂറ 1999 തന്നെ 900 കോടിയോളം 2 ടണ്ണിൻ്റെ വില. പോകെ വർഷങ്ങൾ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് വാല്യൂ കൂടും, എന്ത് ഡ്രഗ്സ് ആയാലും. അങ്ങനെ നോക്കുമ്പോൾ പ്രസൻറ്റ് 2019 ദത്തൂറയ്ക്ക് മറ്റെല്ലാം എർത്രോസൈലത്തിനെ കാട്ടിലും മതിപ്പ് കൂടുതലായിരിക്കാം. റോളക്സിൻ്റെ ബിസിനസ് വളർത്തിയെടുക്കാൻ ദത്തൂറ റോളക്സിന് 1900കളിൽ ആവശ്യമായിരിക്കാം. അതുകൊണ്ട് ഹരോൾഡ് ദാസുമായി കൈകോർക്കുകയും ഹരോൾഡ് ദാസിൻ്റെ ഡ്രഗ്സ് റോളക്സ് ഗ്യാങ്ങിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ റോളക്സ് ഹരോൾഡ് ദാസിൻ്റെ ഒരു ആളായി മാറി കീ റോളക്സ് എന്ന പേരിൽ വ്യാപിക്കാം. ഇതേ കീ റോളക്സ് ആവാം 2019 വിക്രം സിനിമയിൽ നമ്മുടെ വിജയ് സേതുപതി ക്യാരക്ടറിനെ ഭീഷണിപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും സംശയം തോന്നും, ഹരോൾഡ് ദാസ് ഇനി മരിച്ചില്ലെന്ന്. ലിയോ സിനിമയുടെ കഥ നടക്കുന്നത് 2021. ഈ കീ റോളക്സ് എന്ന ക്യാരക്ടർ ഭീഷണിപ്പെടുത്തുന്നത് 2019. അപ്പം അങ്ങനെ നോക്കുമ്പോൾ, ആ ടൈം ലൈൻ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഹരോൾഡ് ദാസ് ജീവനോടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് എൻ്റെ ഒരു പ്രഡിക്ഷനോ ഒന്നുമല്ല, എനിക്ക് തോന്നിയൊരു കാര്യം വെളിപ്പെടുത്തിയതാണ്. ഇത് തെറ്റാവാനും വളരെയധികം ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു കാര്യം രൂപപ്പെടുത്തി, എനിക്ക് തോന്നിയൊരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ബാക്കി ഇത് വരുമെന്നോ ഒന്നും ഞാൻ ഉറപ്പിച്ചൊന്നും പറയുന്നില്ല. എനിക്ക് തോന്നിയൊരു പോസിബിലിറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞ്, തെറ്റ് വരാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വീഡിയോ, ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസേ കാണുക. നന്ദി, നമസ്കാരം.